ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റുടനെ ക്യാമറയും ഓണാക്കിയിരുന്നത് കേട്ടോ. അപ്പം എൻ്റെ കണ്ണ് കണ്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു നീര് വെച്ച പോലെ, എന്താണെന്നറിയത്തില്ല, മറ്റേ കണ്ണീക്കുരു വരാനാണോ എന്നറിയില്ല, ചെറിയ വേദനയുണ്ട്. മൈലാഞ്ചി ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് 7ാം മാസത്തെ പരിപാടിയുടെ അന്നത്തെ ദിവസത്തെ ഒരു ഫുൾ വീഡിയോ ആണ്. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ഉമ്മായും മൂത്തമ്മായും കൂടെ നല്ല തകൃതിയായിട്ട് ഓരോരോ പണിയിലാണ്. ചിക്കനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ കഴുകി സെറ്റാക്കണം. ജൂലൈ 6-ാം തീയതി ആയിരുന്നു കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ. ഒത്തിരി വലിയ ഫംഗ്ഷനൊന്നുമല്ല, ചെറിയ മിനിമലായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. വീട് പണി കഴിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ പരിപാടി ചെറുതാക്കിയത്. പിന്നെ കുറേ ആലോചിച്ച് വേണ്ടേ നടത്തണമെന്നൊക്കെ. പിന്നെ ആദ്യത്തെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, രണ്ടാമത്തേനൊന്നും എന്തായാലും നമ്മൾ നടത്തൂല. അപ്പോൾ അങ്ങനെ ഞാൻ ശനിയാഴ്ചയും കൂടെ ഉമ്മയും കൂടെ പ്ലാൻ ചെയ്തെന്നാൽ നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. എൻ്റെ മൈലാഞ്ചി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ ഷോർട്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ട ആളുടെ കോൺടാക്ട്സ് ഒക്കെ. ഇതിലും കൂടെ ഞാൻ ഒന്ന് കൊടുത്തേക്കാം, ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെഹന്തിയും ആൾ സെയിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ വന്ന് മെഹന്തി ഇട്ട് തരികയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇത് എണീറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയതും എണീറ്റ് വന്ന്. മൂത്തമ്മ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയത് എണീറ്റ് ഉടനെ ഫുഡ് പോലും കഴിക്കാതെ ചോറ് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്, വെറും ചോറ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലി, പിന്നെ വെറും ചോറ്, ബീഫ് വരട്ടിയത്, മോര് കറി, പായസം, അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് വിശന്നപ്പോഴത്തേക്കും പല്ല് തേച്ച് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ടിരുന്നു കഴിച്ചോ, വിശക്കുന്നവരൊക്കെ ഇരുന്ന് കഴിച്ചോ എന്ന്. അങ്ങനെ ഓരോരുത്തർ പിന്നെ വന്ന് കഴിക്കാൻ തുടങ്ങി. ഇടിയപ്പവും പിന്നെ പത്തിരിയും ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമായിരുന്നു കേട്ടോ, കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കത്തെ പരിപാടി എല്ലാം കൂടെ നടക്കത്തില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഷിനാജിൻ്റെ അടുത്ത് പിന്നെയും കുറച്ച് നേരം ഞാൻ പോയിരുന്നു കേട്ടോ, കാരണം വീട്ടിൽ പോകുമല്ലേ, അതിൻ്റെ ചെറിയൊരു സങ്കടം. ശരിക്കും പറഞ്ഞൊരു മിക്സഡ് ഇമോഷനായിരുന്നു കേട്ടോ. പോകണമെന്നുണ്ട് എന്നാൽ പോകണ്ടെന്നുണ്ട്, സങ്കടം ഉണ്ടെന്നാൽ പോണതിൽ സന്തോഷമുണ്ട്, അങ്ങനെയൊക്കെ ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയിട്ട് ഈ മാസം തന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് വരും. അതായത് എനിക്ക് 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരും. അപ്പം കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കത്തുള്ളൂ. എനിക്ക് 7 മന്ത് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നാലല്ലേ എനിക്ക് കുറച്ച് കൂടുതൽ ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജൂലൈ 5-ാം തീയതി ആയിരുന്നു എനിക്ക് 7 മന്ത് സ്റ്റാർട്ട് ചെയ്തത്. 6-ാം തീയതി ഇതേ പരിപാടിയും വെച്ച് പിന്നെ നല്ലൊരു ദിവസവും എല്ലാ സമയമൊക്കെ ഒത്തു വന്നപ്പം ആ ഡേറ്റിൽ തന്നെ ആക്കിയതാണ്. അപ്പോൾ കുക്കിംഗ് ഒക്കെ നമ്മുടെ ഷെഡിൽ നടത്തുന്നത് ഇവിടെയാണ്. ഫുഡ് കഴിക്കാനുള്ള ഡെസ്കും ബെഞ്ചും ഒക്കെ ഇടുന്നതും ആൾക്കാരെ ഇരുത്തുന്നതും ഒക്കെ നമ്മളിവിടെയാണ്. മഴ പെയ്യല്ലേ എന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ, കാരണം മഴ പെയ്ത് ആകെ കുളമാകും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ചളി പിളിയായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ. പരമാവധി ഉമ്മ കുറേ ഷീറ്റും ചാക്കും അതും ഇതൊക്കെ എല്ലായിടത്തും വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഈ കസേരയും ഡെസ്കൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വീഡിയോ എടുക്കാനാണ്. ചെറിയത് ഷിനാജും കൂടെയാണ് അത് ഫുൾ അറേഞ്ച് ചെയ്ത് ഇട്ടതൊക്കെ. ബീഫ് ബിരിയാണി, അച്ചാർ, സലാഡ്, അത്രയും മാത്രമേ നമ്മൾ പുറത്ത് കൊടുത്തിട്ടുള്ളൂ. ചിക്കൻ ചില്ലിയും ബീഫ് വരട്ടിയതും വെറും ചോറും പായസവും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഏട്ടാ വെക്കുന്നത്. പിന്നെ ഉമ്മാൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അനിയത്തിയും ഏട്ടത്തിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മാനോട് പറഞ്ഞതാണ് എല്ലാം നമുക്ക് പുറത്ത് തന്നെ കൊടുക്കാം, കാരണം ബുദ്ധിമുട്ടല്ലേ. ഒന്നാമത് ഈ മഴയും കൂടെ ആണെങ്കിൽ ഷെഡിൽ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ നല്ല റിസ്ക്കാണ്. അപ്പം പറഞ്ഞ് സാരമില്ല, ബിരിയാണി മാത്രം പുറത്തേൽപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. ഞാൻ പക്ഷേ ആ ദിവസം ഒരു ജോലിയും ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ലീവായിരുന്നു. പണി മൊത്തം കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ പുതിയ വീട്ടിൽ വെച്ച് ഈ പരിപാടി നടത്താൻ പറ്റിയതിൽ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ വീടിൻ്റെ പണി വേഗം തീർക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പണിക്കാർ കാണത്തില്ല, പണിക്കാരുണ്ടെങ്കിൽ പൈസ കാണത്തില്ല. പിന്നെ നമുക്ക് മാസം കിട്ടുന്ന വരുമാനം കൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ വീട് പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാസം എടുക്കും തോറും അതിനനുസരിച്ച് താമസവും വരും. ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഒരിക്കലും എനിക്ക് ഇത്ര ആക്റ്റീവായിട്ട് എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്ന്. അൽഹംദുലില്ലാ, അതിന് തന്നെ പടച്ചവനോട് ഒരുപാട് നന്ദി. നമ്മുടെ ഈ അവസ്ഥകൾ അറിഞ്ഞിട്ടായിരിക്കാം എന്തോ പടച്ചവൻ അതിനുള്ളൊരു ശക്തിയൊക്കെ എനിക്ക് തന്ന്. കാരണം ഫസ്റ്റത്തെ 3 മാസമാണെങ്കിലും ഞാൻ ഈ പ്രഗ്നൻസി തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ ഒരു വീഡിയോ പോലും ഇടാതെ അങ്ങനെ മുടക്കം വെച്ചിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യും, എടുക്കും, എഡിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് ഹെൽത്ത് വൈസ് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രഗ്നൻസി. പിന്നെ ഷിനാജും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. എന്നെ കൊണ്ട് ഒറ്റക്കാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഒരു പ്രഗ്നൻസി ടൈമിൽ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഷിനാജും കൂടെ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ കൂടെ കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കൂടുതൽ വന്നു തുടങ്ങിയത്. ഓരോ വീഡിയോസിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും കൂടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുവാണ്. പിന്നെ എടുത്താൽ പൊങ്ങാത്ത അത്രയും വർക്ക് ഒരു മാസം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ, ഞാൻ വീണ്ടും പറയണം, എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട്. അത് ഷിനാജിൻ്റെ ഉമ്മാൻ്റെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്.
കാരണം ഇപ്പോൾ ഉമ്മാനെ സപ്പോർട്ടാന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്തിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പോക്കും പിന്നെ തിരിച്ച് വന്ന് എഡിറ്റ് ചെയ്യലും അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് എൻ്റെ ഈ സമയത്ത്. അപ്പോൾ വീട്ടിലെ ജോലിയുടെ കാര്യം ഉമ്മ നോക്കും, വീഡിയോ എടുക്കാൻ പോകണം അന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കലും അതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഇല്ലാത്ത ദിവസം ഞാനും അങ്ങനെ ഉമ്മാൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ വീട് പണിയാണെങ്കിലും ഒരു മുടക്കമില്ലാതെ അങ്ങനെ പോകുന്നത്. അപ്പം വേഗം തന്നെ നമ്മുടെ വീട് പണി തീർന്നാൽ മതി എന്നാണ് ഇപ്പം. എന്തായാലും ഞാൻ പ്രസവിച്ച് കുഞ്ഞൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട് പണി തീരും. എന്തായാലും നമ്മൾ തീർക്കും. പിന്നെ പടച്ചോൻ ഓരോ സമയം കണ്ടുവച്ചിട്ടുണ്ടല്ലോ, കല്യാണം നടക്കാനും കുഞ്ഞുങ്ങളുണ്ടാവാനും വീട് ഹൗസ് വാമിങ് എടുക്കാനും വീട് വെക്കാനും ഒക്കെ ഓരോ സമയം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മുടെ സമയമാകുമ്പോൾ എന്തായാലും അത് നടക്കും. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മുടെ ആശാ വർക്കറും നേഴ്സും കൂടെ വന്നത്, കുറച്ച് ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് അവർ പോയി. തിരിച്ച് നമ്മുടെ വീണ്ടും ഷെഡിലേക്ക് വന്നപ്പോൾ മേമ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി പായസമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പായസം. ഓവർ മധുരം ഇല്ല, മത്തടിപ്പിക്കുന്നില്ല. സാധാരണ പായസം കുടിച്ച് നമ്മളിങ്ങനെ മത്തടിച്ച് കിടക്കുമല്ലോ, പക്ഷേ ഇത് ഒരു ഇതുമില്ലായിരുന്നു കേട്ടോ. നമുക്ക് മത്തടിപ്പേ തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ തന്നെ ഒരു 3 ഗ്ലാസ് കുറഞ്ഞത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തതേ ബീഫ് വരട്ടിയതും സെറ്റാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാമെന്ന് ഓർത്ത് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു 11 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ. നമുക്ക് ഇവിടുന്ന് തിരിച്ച് നേരത്തെ ഇറങ്ങേണ്ടതുകൊണ്ട് അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. വാപ്പി, ഉമ്മ, എൻ്റെ ആങ്ങള, പിന്നെ എൻ്റെ ഉമ്മായും കൂടെയാണ് വന്നത്. വേറെ ആരും ഇല്ലായിരുന്നു. എൻ്റെ വാപ്പിയുടെ പെങ്ങളും മരുമകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ അവർക്കൊക്കെ ഓരോ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അവർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ മാത്രമായിട്ടാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ഒരുപാട് പേരെയൊന്നും കൊണ്ടുവരാഞ്ഞത്. അത്രയും ദൂരത്തുനിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ നല്ലൊരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. അപ്പോൾ ചെറിയ പരിപാടിയാണല്ലോ, അപ്പം അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് അവർ മാത്രം വന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് 40 കുളി ഫംഗ്ഷനൊക്കെ അത്യാവശ്യം കുറച്ച് ഗ്രാൻഡായിട്ട് നടത്തണമെന്നാണ് എനിക്ക് ഷിനാജിനും. പടച്ചോൻ്റെ വിധി ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെ ഇവർ വന്ന് കയറിയപ്പോൾ എൻ്റെ പൊന്നൊരു മഴ അങ്ങോട്ട് തുടങ്ങി. ഞാനാണെങ്കിൽ റെഡിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പോകും. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ചെറുതായിട്ടൊന്ന് മഴ തോറുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഷിനാജും വേഗം കൊച്ചുവിനെയും വിളിച്ചുകൊണ്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ഒരേപോലത്തെ കളറൊക്കെ ഇട്ടത് നല്ല ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീടാട്ടെ. ഇവിടെ ഫോട്ടോഷൂട്ടിന് വന്നത് ഞങ്ങൾ. ഇപ്പോഴാണൊന്ന് മഴ തോർന്നത്. ഇപ്പോഴാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ എല്ലാം. ഷിനാജിൻ്റെ തിരക്കിൻ്റെ നടക്കുന്ന ഞാൻ വലിച്ചോണ്ട് വന്നതാണ്. നമ്മൾ സ്റ്റിൽ ഷൂട്ടിങ്ങിലാണ്. ഭീം അതവിടെ. അസുബാ കമ്മിയർ. നമ്മളെന്താ പരിപാടി? ആരെ ഫോട്ടോ? അന്റെ എടുക്കില്ല, അന്റെ കൂടില്ല. ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കണാറ്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുത്ത പരിപാടികൾ കഴിച്ചിട്ട് അതവിടെ രണ്ടും. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 10 മിനിറ്റിൽ ഞങ്ങൾ തീർത്തിരിക്കുകയാണ്. സമയം ഇല്ലാത്തതിനാൽ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ കുഞ്ഞാനും ഉണ്ട്, അസുവ ഉണ്ട്. അസുവാനെയും കൂടി കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അവളെയും കൊണ്ടുപോയത്. പക്ഷെ അവൾ വലിയ കാര്യത്തിൽ നിന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷെഡിലുള്ള ആൾക്കാരെയൊക്കെ അത് ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മണി ഫവാസം കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിനാജിനാണെങ്കിൽ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പോയപ്പോൾ ടെൻഷനായിരുന്നു. ആൾക്കാരൊക്കെ വരും, നമ്മളവിടെ വേണം, വേഗം വാ എന്നും പറഞ്ഞ് ധൃതി പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് എന്തായാലും പോകത്തുള്ളൂ. ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഡ്രസ്സൊക്കെ എടുത്താണ്. കാരണം എല്ലാവരും ലൈറ്റ് കളർ മതി എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ചല്ലേ. എന്നിട്ട് പോലും ഞാൻ ഷിനാജിന് ഷർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്ത് ഡാർക്ക് കളറൊക്കെ ആക്കിയത്. പിന്നെ അതിലെനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എൻ്റെ ഡ്രസ്സ് നല്ലപോലെ ഇഷ്ടപ്പെട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെ ഫുഡൊക്കെ വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എൻ്റെ വാപ്പീനെയും ഉമ്മാനെയും വല്യുമ്മാനെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി. എൻ്റെ അനിയൻ വന്ന ഉടനെ കയറി കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ പോകാൻ നേരമായിട്ട് അവൻ എണീറ്റത്. കാരണം ഈ പരിപാടിയുടെ തലേദിവസം അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ലേറ്റായി. പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഇങ്ങോട്ട് വരികയും കൂടെ ചെയ്തപ്പോൾ അവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. തിരിച്ചും ഇനി വണ്ടി ഓടിച്ച് പോകേണ്ടത് അവൻ തന്നെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് എന്തായാലും റാഹത്തായിട്ട് നടന്ന് നമ്മുടെ പരിപാടി നമ്മൾ വിചാരിച്ചതിലും. അങ്ങനെ വേഗം തന്നെ ടെറസിൻ്റെ മുകളിൽ കയറി ഞങ്ങളത് ഈ ഗ്യാങ് സെറ്റ് എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ആരും അങ്ങനെ ഒരു നെഗറ്റീവ് പോലും പറഞ്ഞില്ല കേട്ടോ. എല്ലാവരും പോസിറ്റീവ് റിവ്യൂ തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും. അപ്പോൾ നമ്മൾ ഫുഡ് ഏൽപ്പിച്ചത് നല്ലൊരു ഭാഗത്ത് നൈസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ ആയിരുന്നു കേട്ടോ. ഇവരുണ്ടാക്കിയ ബീഫ് ബിരിയാണി എവിടെ നിന്നൊക്കെയോ കഴിച്ചിട്ട് ഷിനാജിന് നല്ലോണം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് തന്നെ നമ്മൾ പിന്നെ ഫുഡ് കൊടുത്തത്. പിന്നെ 7ാം മാസത്തിൽ എൻ്റെ നാട്ടിലെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുളി കൊടുത്തിട്ടാണ് പെണ്ണിനെ കൊണ്ടുപോകുന്നത്. അതായത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ പ്രസവത്തിന് കൊണ്ടുപോകുന്നത് പുളിയൊക്കെ കൊടുത്തിട്ടാണ്. അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും
വലിയ കാര്യമായിട്ട് എടുത്ത് ചെയ്തില്ല. ഇപ്പുറത്തിരുന്ന് ഞങ്ങൾ കഴിക്കുമ്പം അപ്പുറത്ത് ഉമ്മായും മൂത്തമാരും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പായസം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും പറയണ ഒരു രക്ഷയിലായിരുന്നു. പായസമൊക്കെ എല്ലാവരും അൺലിമിറ്റഡ് ആയിട്ട് കുടിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഓവറും മധുരം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മത്തടിപ്പിക്കുന്ന ഒരു ഫീൽ ഇല്ലായിരുന്നു. അത് എത്ര ഗ്ലാസ്, ഇനിയിപ്പോൾ ഒരു 5 ഗ്ലാസ് കുടിച്ചാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ലാസ്റ്റാണ് ഷിനാജും കൊച്ചും പിന്നെ എൻ്റെ ആങ്ങളെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഇനിയിപ്പം ഉസ്താദ് വന്ന് ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ഇറങ്ങണമല്ലോ. അപ്പോൾ അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ തലേ ദിവസം തന്നെ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഷിനാജ് നേരത്തെ തന്നെ കാറിൻ്റെ ഡിക്കിയിലാക്കി. പിന്നെ ഈ ഒരു കേക്ക്, 2 കേക്ക് സെറ്റ് ഉണ്ടല്ലോ, ഷിനാജിൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നതാണ്. അത് കഴിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ പിന്നെ വേഗം വന്ന് ഫ്രിഡ്ജിൽ നിന്ന് അതൊക്കെ എടുത്ത് പിന്നെ എൻ്റെ പ്രഗ്നൻസി പില്ലോയും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഫയലും കാര്യങ്ങളും അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകും. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോസും എടുക്കേണ്ടത് കൊണ്ട് എനിക്ക് എല്ലാ സാധനങ്ങളും തൂത്ത് പറക്കി പോയേ പറ്റത്തുള്ളൂ. ട്രൈപ്പോഡും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്ന ആ ഷീറ്റും അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് വിറയിൽ കൊടുക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കേക്ക് പൊട്ടിച്ച് അതിങ്ങനെ ഒഴിച്ച് കഴിക്കുവാണ്. ഇത് ചോക്ലേറ്റിൻ്റെ ഒരു മിൽക്ക് കേക്ക്, എനിക്ക് എന്താ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഞാൻ മധുരം കഴിക്കാൻ തുടങ്ങിയ ആ സമയത്ത് ഇത് കൊണ്ടുതന്ന ആളുടെ വീഡിയോയിൽ കേക്കും പുള്ളിക്കാരി ഉണ്ടാക്കിയ മിൽക്ക് കേക്ക് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കൊതി വന്ന്. അങ്ങനെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഉണ്ടാക്കി തരണം. വെറുതെ അല്ല, ഞാൻ പൈസ തരാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആളൊരു ബേക്കറാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അത്ര റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ പൈസ കൊടുക്കും. പുള്ളിക്കാരിനോട് ചോദിക്കാമെന്ന് കണ്ടത് കൊണ്ടും പിന്നെ ചോദിച്ചാൽ എന്തായാലും ഉറപ്പായിട്ടും കിട്ടുമെന്നും അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആഗ്രഹിച്ച സമയത്ത് കിട്ടിയില്ല. കിട്ടിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കി കഴിക്കാൻ കൊതിയായിട്ടാണ് ഞാൻ ആളോട് ചോദിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. എവിടെ വേണേലും എന്ത് സാധനം വേണേലും നമുക്ക് പൈസ കൊടുത്തിപ്പോൾ വാങ്ങാൻ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എന്തോ പുള്ളിക്കാരി മറന്നുപോയതായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ആളോട് പറഞ്ഞിട്ടും ഇല്ല. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 7ാം മാസത്തിലാണ് ആൾ കൊണ്ടു തന്നത്. എന്നാലും കൊണ്ടു തന്നപ്പോൾ സന്തോഷമായി. എന്നെ കൊണ്ട് പറ്റാവുന്നത്ര ഞാൻ ഇവിടുന്ന് കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ബാക്കി എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ നാത്തൂൻ്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഈ കേക്ക് മാത്രമല്ല കേട്ടോ, ഉപ്പിലിട്ട ഒരു കുപ്പിയും കൂടെ ഉണ്ടായിരുന്നു. അതിൽ ബീട്രൂട്ടോ ക്യാരറ്റോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അതെനിക്ക് കഴിക്കാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് അത് ഞാൻ വീട്ടിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര റിസ്ക് എടുത്ത ആളെനിക്ക് കൊണ്ട് തന്നല്ലേ. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാതെ അവിടെ ഇട്ട് പോകുന്ന മോശമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിലോട്ട് അതെടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ, എല്ലാവർക്കും കുറേശ്ശെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇപ്പം ഞാൻ കഴിക്കണ ഈ ഒരു സാധനമില്ലേ, അത് ഞാൻ തിന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അടുത്തിരുന്ന് ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നു, ഈ ഒറ്റക്ക് തിന്നാതെ ഞങ്ങൾക്കും കൂടെ താടിയെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുമെന്നും പറഞ്ഞ് അങ്ങനെ ഷിനാജ് പിന്നെ പോയി ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദുആയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ദുആയും കാര്യങ്ങളും കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങണം, തിരിഞ്ഞ് നോക്കാൻ പാടില്ല, തിരിഞ്ഞ് കയറാൻ പാടില്ല, അങ്ങനെ കുറേയൊക്കെ ഉമ്മ ഓൾറെഡി നേരത്തെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വേണം പോകാനെന്നൊക്കെ. അങ്ങനെ ദുആയും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നു. نعوذ برب الفلق من شر ما خلق ومن شر غاسق في صدور الناس من الجنة والناس. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു മധുരം കൊടുക്കണമെന്ന് അവിടെ നിന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു മിഠായി എങ്കിലും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 7 കൂട്ടം പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഈ ഒരു കുഞ്ഞു ലഡു പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞത് ഓരോരുത്തരോടും സലാം പറഞ്ഞ് പോയിട്ട് വരാമെന്ന് പറയണമെന്ന്. ആദ്യം ഞാൻ ചെറിയതിന് ലഡു കൊടുത്തിട്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ ആ കാര്യം പറഞ്ഞ് കളിയാക്കിയാണ് ചെറിയതാ ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. 7ാം മാസത്തെ പരിപാടിയിൽ ഇങ്ങനെ പറയണം അങ്ങനെ പറയണോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഉമ്മ പറഞ്ഞതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അറിയാവുന്ന പോലെയൊക്കെ ഞാൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു ക്രിഞ്ച് ഫീലായിരുന്നു എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ. ഇതിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇന്നിങ്ങനെ അനൗൺസ് ചെയ്ത് പറയണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണിക്കുള്ളിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇറങ്ങണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഷിനാജിനോടും വെറുതെ ഫോർമാലിറ്റിക്ക് ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ചെറിയ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഷിനാജ് ഇങ്ങോട്ട് എന്തായാലും വരും എനിക്ക് സ്കാനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചങ്ങോട്ട് പോകാനും ആകും. അപ്പം അങ്ങനെയൊക്കെ
ഇത് ഞങ്ങൾക്ക് 2 കിലോ തന്നെ. പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ അസുവാക്ക് ഉമ്മയും കൊടുത്ത് ഇറങ്ങിയിട്ട് അസുവ ഒരു വിധത്തിൽ എന്നെ വിടുന്നില്ലായിരുന്നു കേട്ടോ. കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ ആളങ്ങോട്ട് ചെറിയ രീതിയിൽ ചിണുങ്ങാൻ തുടങ്ങി. ആരെന്തൊക്കെ പറഞ്ഞിട്ട് ആളടങ്ങുന്നില്ല. അവൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. എന്നാലും ഒക്കെ ഞാൻ പോകുകയെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സങ്കടമായി. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ നടക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. അങ്ങനെ ചെളിയായിട്ട് കിടക്കുന്നുണ്ട്. ഏത് നിമിഷവും തെന്നി വീഴും. അതുകൊണ്ട് ഇടവും വലം പിടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ സാധനമൊക്കെ വെച്ചിട്ട് ഞാനങ്ങനെ കയറി ഗൈസ്. ഞാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അവിടെ നിന്ന് കരയാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഉമ്മ കരയുമെന്ന്. സത്യം പറഞ്ഞാൽ ഷിനാജിനെ പിരിഞ്ഞു പോണതിനെക്കാട്ടി വിഷമമായിരുന്നു ഉമ്മ കരയുന്നത് കണ്ടപ്പോഴത്തേക്കും. പിന്നെ പ്രഗ്നൻസി പില്ലോ ഞാൻ എൻ്റെ മടിയിൽ വെച്ചത് എനിക്ക് ഇരിക്കുമ്പോൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ അത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ബാക്കിൽ തന്നെ ഇട്ടേച്ച് അവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കൊച്ചു അവിടെ നിന്ന് വെറുതെ പറഞ്ഞു കേട്ടോ ഉമ്മ കണ്ണ് തുടക്കുന്ന പോലെ കാണിക്കുന്നു. പക്ഷെ ഉമ്മ അവിടെ നിന്ന് ശരിക്കും കരഞ്ഞ്. അങ്ങനെ നമ്മളിതേ ഇറങ്ങി. എനിക്കാണെങ്കിൽ വണ്ടിയിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നടുവും മുതുകും ഒക്കെ ചെറുതായിട്ട് വേദന തുടങ്ങിയിട്ടാ. പിന്നെ എനിക്ക് വേദന തുടങ്ങിയെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ വണ്ടി നിർത്തി കുറച്ച് നേരം നടന്ന് കുറച്ച് നേരം നിന്നിട്ട് പയ്യാണ് കേട്ടോ. ആറിൻ്റെ കൂടെ കാറിൽ പോയാലും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എൻ്റെ അനിയൻ്റെ കൂടെ പോകുന്നത് തന്നെയാണ് കേട്ടോ. കാരണം അവൻ അത്രയും അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ, അതിൻ്റെ എല്ലാ പരിഗണനയും വെച്ചിട്ട് അത്രയും പയ്യൊരു ഗട്ടർ പോലും നല്ല രീതിക്ക് നോക്കിയിട്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ കിടന്ന് വരെ ഉറങ്ങാം. ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തി. പിന്നെ വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അങ്ങനെ ആദ്യത്തെ 4-ാം മാസത്തിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് 1 മാസം നിൽക്കാൻ വേണ്ടി വന്നായിരുന്നല്ലോ. അപ്പോൾ പോലും എനിക്ക് യാത്ര ചെയ്തപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പോൾ ബുദ്ധിമുട്ട് കുറച്ച് കൂടുതൽ തോന്നി. കാലൊക്കെ നല്ല രീതിക്ക് നീരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് ഏത് വീടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പഴയ വീട്ടിൽ നിന്ന് നമ്മളിത് ഈ ഒരു വീട്ടിലേക്ക് മാറിയേക്കുവാണ്. കാരണം പഴയ വീട്ടിൽ വെള്ളം നല്ലതല്ലായിരുന്നു. പിന്നെ ചോരുന്ന പ്രശ്നം അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസവിച്ച് കിടക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീട് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ വീട് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഞാൻ ഇനി ഷോർട്സിൽ കാണിച്ചു തരാം. ഇനി ഒരു മിക്കവാറും 1-2 വർഷത്തേക്ക് നമ്മൾ ഈ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റെൻറ്റഡ് ഹൗസിലാണെന്നുള്ളതൊക്കെ. നമ്മൾ വീട്ടിലെത്തി. അന്നുടനെ ഞാനൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കി മേലെ എഴുതിയട്ടോ. കാരണം ഇത്രയും ദൂരം ഒറ്റിരിപ്പ് ഇരുന്നില്ലേ, ശരീരവും കാലും ഒക്കെ നീരായിരിക്കും. അപ്പോൾ അത് നാളെ ചിലപ്പോൾ എനിക്ക് പൊങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടങ്ങനെ എൻ്റെ കണ്ണൊക്കെ നോക്കി ഒരു മേലെ പടർന്നിരിക്കും. അപ്പം ഞാൻ മേലെ കഴിയപ്പോൾ ഒരു സുഖമായി. ഇനി എവിടെയെങ്കിലും ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കണം. പക്ഷേ ഫസ്റ്റ് ആ 3 മാസം കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അത്ര റിസ്ക് ഇല്ലായിരുന്നു കേട്ടോ യാത്ര. ഇപ്പം നല്ല ബാക്ക് പെയിനും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സ്ഥലത്ത് നിർത്തി പയ്യാണ് ഞങ്ങൾ വന്നത്. 9:30 ഇവിടെ എത്തി. അവിടെ നിന്നൊരു 3 മണിക്ക് ഇറങ്ങിയതാണ്. 9:30 എത്തി. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കയറി ഇടക്ക് പയ്യാണ് പിന്നെ വന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീട് പുതിയതായിട്ട് ഇപ്പോൾ എടുത്താണ്. 1 മാസം പോലും ആയിട്ടില്ല. നമ്മൾ പഴയ താമസിച്ച വീടിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ കേട്ടോ. റോഡ് കടന്ന് പുറത്തോട്ട് വന്നാൽ മതി. അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇനി ഷോർട്സിലൊക്കെ ഞാൻ ഓരോന്നൊക്കെ കാണിച്ചും പറഞ്ഞൊക്കെ തരാം. അപ്പോൾ ഇങ്ങോട്ട് മാറാനുള്ള കാര്യം ആ പഴയ വീട്ടിൽ മഴ പെയ്താൽ നല്ല ചോരുമായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ ഇഷ്യൂ, ഭയങ്കര മഞ്ഞ കളർ വെള്ളമായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ കൊണ്ടാണ്. കാരണം ഞാൻ പ്രസവിച്ച് കിടക്കണ്ടയില്ല. അപ്പം നല്ല വൃത്തിയിൽ വെള്ളമൊക്കെ വേണമല്ലോ, പിന്നെ സൗകര്യവും വേണമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു വീടെടുത്തതാണ്. പിന്നെ ഞാൻ കൂടുതൽ സംസാരിച്ച് ഇതാക്കുന്നില്ല, അത്രയ്ക്ക് ടയേർഡാണ്. അപ്പം അടുത്ത വീഡിയോ ഇട്ട് കാണാം.